പേജ് 17 തുടർ പ്രവർത്തനങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം. ഡ്രോ ദ പാരലോഗ്രാം വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ 5 സെൻറ്റിമീറ്റർ, 60 ഡിഗ്രി, 3 സെൻറ്റിമീറ്റർ എന്നീ അളവുകളിൽ പാരലോഗ്രാം, അതായത് സാമാന്തരികം വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നൽകിയത് നീളമാണ് ആദ്യം നമ്മൾ വരയ്ക്കുന്നത്. അതിനായിട്ട് 5 സെൻറ്റിമീറ്റർ സ്കെയിലെടുത്ത് 5 സെൻറ്റിമീറ്റർ ലഭിച്ചു. അതിനുശേഷം 60 ഡിഗ്രി വയ്ക്കാൻ പ്രൊട്രാക്ടർ എടുത്ത് ഈ പോയിന്റിൽ വെച്ചതിന് ശേഷം സീറോയിൽ നിന്ന് 60 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം ഈ വര പലപ്പോഴും കുട്ടികൾ ചെറിയ നീളത്തിൽ വരയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് 5 സെൻറ്റിമീറ്റർ ലഭിച്ചു. ഇത് 60 ഡിഗ്രി. ഇനി ഈ സാമാന്തരികത സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന വരയുടെ അതേ ചരിവ് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന അളവ് 60 ഡിഗ്രി ആയിരിക്കും. അത് വരയ്ക്കാൻ 2 രീതിയുണ്ട്. ഒന്നുകിൽ ഈ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ വര എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് അവിടെ അതേ ചരിവ് വരുവാൻ 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. 60 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം നീളത്തിൽ വരയ്ക്കാം. നമുക്കിവിടെ നിന്ന് ഇവിടേക്കുള്ള നീളം 3 സെൻറ്റിമീറ്റർ മതിയാകും. അപ്പോൾ സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഇവിടെ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഈ വരകൾ തമ്മിൽ യോജിപ്പിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ 60 ഡിഗ്രിയാണ് വരച്ചത്. അപ്പോൾ ഇത് രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ എന്നുള്ളത് വെച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ 120 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഈ ചിത്രം 60 ഡിഗ്രിയും ഇവിടെ പ്രൊട്രാക്ടർ 120 വെച്ച് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇതേ ചരിവാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി, ഇതേ ചരിവാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ 120 ഡിഗ്രി. ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. ഈ നീളവും സെയിം ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം. ഈ മുകളിലെയും താഴെയും നൽകിയിട്ടുള്ള വരകൾ സമാന്തരമാണ്, പാരലലാണ്. ഈ കോൺ 40 ഡിഗ്രി, ഈ കോൺ 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്ന കോണളവ് എത്രയെന്നാണ് ചോദ്യം. ഈ ചോദ്യം നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഈ 2 വരകൾക്കും സമാന്തരമായി ഒരു സാങ്കല്പിക രേഖ ഈ ബിന്ദുവിലൂടെ നമ്മളൊന്ന് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, 2 സമാന്തര വരകളെ ഒരു വര കണ്ണിക്കുമ്പോൾ ഇവിടെയും ഉണ്ടാകുന്ന കോണുകൾ തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മറുകോൺ എന്നുള്ള ആശയം മനസ്സിലാക്കി ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഉറപ്പായും 40 ഡിഗ്രി തന്നെയായിരിക്കും. ഇതേ ആശയം ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 50 ഡിഗ്രി ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നത് 50, 40, 90 ഡിഗ്രി. അപ്പോൾ ഉത്തരം ലഭിക്കുന്നത് 90 ഡിഗ്രിയാണ്. പേജ് 17 മൂന്നാമത്തെ ചോദ്യം. ഈ ചിത്രത്തിൽ കാണുന്ന ഈ W ആകൃതിയിലുള്ളൊരു ചിത്രം വരയ്ക്കുക. ചിത്രം വരയ്ക്കാൻ എളുപ്പമാണ്. ആദ്യമായി 2 സെൻറ്റിമീറ്റർ നീളത്തിൽ, ഇനി നമുക്ക് ഇവിടെ വരേണ്ടത് 40 ഡിഗ്രിയാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം വരുമ്പോൾ 40 ഡിഗ്രി വരയ്ക്കാൻ നമുക്ക് പ്രയാസമാണ്. അതിനായിട്ട് നമുക്ക് ഇടത്ത് സൈഡിൽ പകുതിയും വലത്ത് സൈഡിലോട്ടും പകുതി നമുക്ക് നൽകാം. അപ്പോൾ ഈ 20 ഡിഗ്രി എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ആദ്യമായി നിങ്ങൾ 90 ഡിഗ്രി ഉയരത്തിലൊരു ലംബം മുകളിലേക്കൊരു വര വരയ്ക്കുക. 90 ഡിഗ്രി വരയ്ക്കാൻ നമുക്ക് ഏവർക്കും അറിയാം. നമുക്ക് ഒന്നുകിൽ പ്രൊട്രാക്ടറോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മട്ടമോ ഉപയോഗിച്ച് ഡോട്ടഡ് ലൈൻ വരച്ചു. ഇനി നമ്മൾ 20 ഡിഗ്രി വരയ്ക്കാൻ വേണ്ടി 40 നമുക്ക് വേണ്ടത്. നമ്മൾ പകുതി എടുക്കുന്നു. ഇവിടെ വെച്ചിട്ട് 20 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഈ വരകൾ തമ്മിൽ യോജിപ്പിക്കുന്നു.
വീണ്ടും ഇതേ അടുത്ത 20ൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഇവ തമ്മിൽ യോജിപ്പിക്കും. ഇപ്പോൾ ഇത് 20 ഡിഗ്രി, ഇത് 20 ഡിഗ്രി, 20 ഡിഗ്രി, 20 ഡിഗ്രി. ഈ പോകുന്ന വരയ്ക്ക് സമാന്തരമായ ഒരു വര, പാരലായിട്ടൊരു വര ഈ ബിന്ദുവിലൂടെ പോകണം. അതിനായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ എടുത്ത് വെക്കുക. സെറ്റ് സ്ക്വയർ എടുത്ത് ഇവിടെ വെക്കുക. സെറ്റ് സ്ക്വയർ ആ വരയിൽ തന്നെ വെച്ച് സ്കെയിൽ കൊണ്ട് സപ്പോർട്ട് നൽകി സെറ്റ് സ്ക്വയർ മുകളിലേക്ക് ഉയർത്തി ഈ ബിന്ദുവിലൂടെയാണ് വരയ്ക്കേണ്ടത്. സോ അവിടെ വെച്ച് നമ്മൾ നിർത്തി. വരച്ചു. ഇനി ഈ ചിത്രത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വരയ്ക്ക് സമാന്തരമായി ഒരു ലൈൻ ഈ ബിന്ദുവിലൂടെ ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. ചിത്രത്തിൻ്റെ ഒരു ആകൃതി നോക്കി നമുക്ക് ഈ ഷേപ്പിലാണ് വരേണ്ടത്. ഈ ഷേപ്പിലാണ് നമുക്ക് ചിത്രം വരേണ്ടത്. അപ്പോൾ ഇതിന് സമാന്തരമായിരുന്നു ഇത്, ഇനി ഇതിന് സമാന്തരമായി ഇതിലേക്കൂടെ വരയ്ക്കണം. സോ മുമ്പേ വിചാരിച്ചത് ഒരു വരയ്ക്ക് സമാന്തര വര വരയ്ക്കാൻ ആ വരയിൽ സെറ്റ് സ്ക്വയർ കൊണ്ടുവെക്കുക. ആ വരയിൽ സെറ്റ് സ്ക്വയർ കൊണ്ട് വെച്ചു. സ്കെയിൽ കൊണ്ട് സപ്പോർട്ട് നൽകി. സ്കെയിൽ ഉറപ്പിച്ച് പിടിച്ചു. സെറ്റ് സ്ക്വയർ മുമ്പിലേക്ക് നീക്കി നമുക്ക് ഇതിലേക്കൂടെയാണ് വരയ്ക്കേണ്ടത്. സോ സ്കെയിൽ മാറ്റി സെറ്റ് സ്ക്വയറിൻ്റെ പൊസിഷൻ മാറാതെ പെൻസിൽ വെച്ച് നമ്മൾ വരച്ചു. അപ്പോൾ നമുക്ക് ഈ ചിത്രം ലഭിച്ചു. ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.